ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഇറ്റ്സ് മീ യദു എ ബി, നിങ്ങളെ പ്രിയപ്പെട്ട യദു സാറാണ്. അപ്പോൾ മക്കളെ, ഇന്ന് രാത്രി 7 മണിക്ക് നമ്മളെ USSലെ കിഡിലൻ ലൈവ് ഉണ്ടല്ലേ, ഇന്ത്യ ഫാക്ട്സ് പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ഒന്ന് കാണാൻ പോവാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ലൈവിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മളെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ സംസ്ഥാനമൊക്കെ ചോദിക്കുന്നത് ഈ സ്റ്റേറ്റിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാൻ പാടില്ല. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മോഹിനിയാട്ടം അല്ലേ, നമ്മൾ മോഹിനിയാട്ടികളല്ലേ, മോഹിനിയാട്ടം കണ്ടിട്ടില്ലേ അല്ലേ, ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടില്ലേ, നല്ല രസമാണ് ഡാൻസ് കാണാൻ. സോ മോഹിനിയാട്ടം കേരളത്തിന്റെ തനതായ നൃത്തരൂപമാണ്. അപ്പൊ മോഹിനിയാട്ടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ ആരും തെറ്റിക്കാൻ പാടില്ല. ഇതാണ് അതിന്റെ കോസ്റ്റ്യൂം, എല്ലാത്തിനെയും കോസ്റ്റ്യൂമും കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മോഹിനിയാട്ടം കേരളത്തിന്റെ തനതായ നൃത്തരൂപമാണ്. 2 ഭരതനാട്യത്തിന്റെ ഒറിജിൻ തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ. കേരളത്തിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, പക്ഷെ തമിഴ്നാടാണ് ഭരതനാട്യത്തിന്റെ ഒരു ഒറിജിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. തമിഴ്നാട് എന്ന് പറയണം നിങ്ങൾ. ഓക്കെ, ഇപ്പൊ ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും അതിന്റെ ഒരു ആക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, സാധനങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് യക്ഷഗാനം അല്ലെങ്കിൽ യക്ഷഗാന എന്നൊക്കെ പറയും. ഇത് പ്രധാനമായിട്ടും കർണാടകത്തിലാണ് കണ്ടുവരുന്നത്. ഓക്കെ, യക്ഷഗാനത്തിന്റെ ഒറിജിൻ സ്റ്റേറ്റ് ചോദിച്ചാൽ കർണാടകയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പറയണം. നമ്മുടെ കേരളത്തിലെ വടക്കൻ മലബാർ അല്ലെങ്കിൽ മലബാറിലെ, അതായത് അല്ലെങ്കിൽ എന്താ വടക്കേ ഏറ്റവും വടക്കുള്ള നമ്മളെ കാസർഗോഡൊക്കെ യക്ഷഗാനമൊക്കെ കാണാറുണ്ട്. നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലും യക്ഷഗാനം റൈറ്റ് ആയിട്ടുണ്ട് അല്ലേ. സോ യക്ഷഗാനം കർണാടക സംസ്ഥാനത്താണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. നാലാമത്തത് കുച്ചിപ്പൊടി ആന്ധ്രാപ്രദേശിന്റെ തനതായ നൃത്തരൂപമാണ് കുച്ചിപ്പൊടി അല്ലെ. കുച്ചിപ്പൊടി കേരളത്തിലൊക്കെ നമ്മൾ എല്ലാവരും ഇത് നൃത്തമൊക്കെ അഭ്യസിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒറിജിൻ സ്റ്റേറ്റ് എവിടെ നിന്നാണ് രൂപം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ആന്ധ്ര പറയുക അല്ലെ, ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ് കഥകളി, നമ്മളുടെ സ്വന്തം കേരളത്തിലാണ് കഥകളി ഉള്ളത് അല്ലേ. കഥകളിയിൽ കുറെ കത്തിവേഷം അല്ലേ, കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. കഥകളിന്റെ ആ ഒരു മേക്കപ്പിന്റെ കാര്യങ്ങളും അതിന്റെ പല ഫോമാറ്റുകളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നിങ്ങൾ കഥകളി കേരളത്തിലാണ് എന്താ പറയുക ഒറിജിൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ ഒന്നാണ് കഥകളി എന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ കഥക് നോർത്തേൺ സ്റ്റേറ്റിലാണുള്ളത് കേട്ടോ. വടക്കേ ഇന്ത്യയിലുള്ള ഒരു കലാരൂപമാണ് കഥക്. പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത് കഥക് കേട്ടോ. കഥക് ഇങ്ങനെ നല്ല രസമാണ് കാണാൻ കഥക്. ഓക്കെ, സോ കഥക് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാതിലിന്റെ കഥകാന്ന് പറയാൻ പാടില്ല. കഥക് നൃത്തരൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ്, ഉത്തർപ്രദേശ് സംസ്ഥാനത്താണെന്നുള്ള കാര്യം എല്ലാവരും പഠിച്ചിരിക്കുക. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗൂമർ. ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് ആണ് ഗൂമർ അല്ലേ. നിങ്ങൾ പത്മാവത് എന്ന് പറഞ്ഞ സിനിമയിൽ ദീപിക പതുക്കോണ്ട് ഗൂമർ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ അല്ലേ. യെസ്, അത് ഈ ഗൂമർ ഡാൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഗൂമർ എന്ന് പറയുന്നത് രാജസ്ഥാൻ അല്ലെ, രാജസ്ഥാനിലും ഗുജറാത്തിന്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ടും ഗൂമർ ഉള്ളത് രാജസ്ഥാൻ സ്റ്റേറ്റിലാണ്. ഗൂമർ എന്നൊക്കെ പറയും. ഓക്കെ, ദ ലാസ്റ്റ് വൺ ബിഹു എന്ന് പറയുന്നത് എവിടെയാ, ബിഹു നൃത്തരൂപം എവിടെയാ, ആസാമിലാണ്. നമ്മളെ വടക്കു കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള ആസാമിലാണ് ബിഹു കണ്ടുവരുന്നത്. ബിഹു. ഓക്കെ, സോ നമ്മൾ ഒരുപാടല്ല കുറച്ചധികം ഡാൻസുകൾ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് പറഞ്ഞു. ബിഹു പറഞ്ഞു, കഥക് പറഞ്ഞു, കഥകളി പറഞ്ഞു, കുച്ചിപ്പൊടി പറഞ്ഞു, പിന്നെ ഏതാ യക്ഷഗാന പറഞ്ഞു, മോഹിനിയാട്ടം, ഭരതനാട്യം ഒക്കെ പറഞ്ഞു. ഓക്കെ, സോ ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. ഇതൊക്കെ മനസ്സിലേക്ക് വരണം. ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നിങ്ങളെ മനസ്സിൽ ഇതൊക്കെ എന്താ പറയുക ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും വരും. സോ നമ്മൾ ഇന്നത്തെ ലൈവ് ആരും മിസ്സാക്കാൻ പാടില്ല. കറക്റ്റ് 7 മണിക്ക് ഏകണ്ട USS ക്ലാസ്സിലേക്ക് എല്ലാവരും വരിക. ഇന്ത്യ ഫാക്ട്സിന്റെ പാർട്ട് 2 നമ്മൾ നൃത്തം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും. ഓക്കെ, നൃത്തം പഠിപ്പിക്കുകയല്ല, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. സോ എല്ലാവരെയും രാത്രി കാണാം. ബൈ.